ഹലോ ഗൈസ്, എല്ലാവർക്കും IMX മിക്വൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു ഓഫ് റോഡ് ട്രിപ്പ് പോകാൻ വേണ്ടി പോവാണ് ഗൈസ്. ആൻഡ് നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മുടെ കൂടെ സൊമ്രു നമ്മുടെ കൂപ്പും ഉണ്ട്. അവരാണ് ആ കിടന്ന് ഹോൺ അടിക്കുന്നത്. അവർ പുറത്തെത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും പോകാം. നമ്മൾ മൗണ്ടെയിനിലേക്കാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. മൗണ്ടെയിൻ ചെയ്തിട്ട് എവിടെ പോകും നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. ആൻഡ് നമുക്ക് മൗണ്ടെയിൻ ചെയ്തിട്ട് അത് ഡിസൈഡ് ചെയ്യാൻ ഓർത്തിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. അമ്മമാരുടെ അടുത്തേക്ക് പോകാം. അമ്മമാർ താഴെ വെയിറ്റിംഗ് ആണ് ഗൈസ്. നമ്മളിന്ന് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ പുറത്തുനിന്ന് കേട്ടോ നമ്മൾ ഇൻട്രോ എടുത്തത്. നമുക്കെന്തായാലും ഇതിലേ തന്നെ ഇറങ്ങി താഴേക്ക് പോവാം. അവന്മാർ താഴെ വെയിറ്റിംഗ് ആണ്. സോമംബ്രോയും ഉണ്ട്, കൂപ്പും ഉണ്ട്. എല്ലാവരും LC എടുത്തിട്ടാണ് ഗൈസ് പോകുന്നത്. അവന്മാരുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇറങ്ങിപ്പോയി നോക്കാം. സോമംബ്രോ ഇവിടെ തന്നെ ഉണ്ടല്ലോ. സോമംബ്രോ നമ്മൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. നമുക്ക് എന്തായാലും മൗണ്ടെയിനിൽ ചെന്നിട്ട് നോക്കാം. എനിക്ക് കഴിക്കാൻ മേടിച്ചിരുന്നേ, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വന്നത് തന്നെ. എൻ്റെ പൊന്നു കൂപ്പേ, നിനക്ക് ഈ തീറ്റ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. നിനക്ക് ഫുഡ് മേടിച്ചെന്ന് ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല, അത് നിനക്കറിയാവോ? മിക്കണ്ണ, ഞാൻ ചെറിയ വിലയുടെ സാധനങ്ങളെല്ലാം മിക്കണ്ണോട് ചോദിക്കാറുള്ളൂ. പിന്നെ എങ്ങനെയാണ് പൈസ ഇടുന്നത്? അത് മിക്കണ്ണ ഓരോ വണ്ടിയും മേടിച്ച് വണ്ടിയിൽ കുറേ സാധനം കയറ്റി ചുമ്മാ പൈസ കളഞ്ഞിട്ട് മിക്കണ്ണ എന്നെ പറയില്ല കേട്ടോ. ഇപ്പം ഞാൻ വണ്ടി മേടിക്കുന്നതൊക്കെ നിർത്തിയിടാ. ഞാനിപ്പം ലാസ്റ്റായിട്ട് ഇന്നലെ ഒരു വണ്ടി മേടിച്ചുള്ളൂ, വേറെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇനി വർക്കൊക്കെ ചെയ്യാൻ കിടക്കുന്നുള്ളൂ. നമുക്ക് എന്തായാലും കുറേ വണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഗൈസ്, നമ്മുടെ വണ്ടി എന്തായാലും നമ്മുടെ ഗ്യാരേജിൽ കിടപ്പുണ്ട്. കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടി. നിങ്ങളെ മറ്റേ ഗസ്റ്റ് ഹൗസിൻ്റെ വീഡിയോ കണ്ടവരാണ്, നിങ്ങൾക്ക് അറിയാം ഗൈസ്. നിങ്ങളെന്തായാലും കണ്ടിട്ടുണ്ടാവും. പിന്നെ ഗൈസ്, വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ് ലൈക്കൊക്കെ അടിച്ചു കേട്ടോ. ഇങ്ങനെ കണ്ടാൽ മാത്രം പോരല്ലോ, സപ്പോർട്ടൊക്കെ ചെയ്യണ്ടേ ഗൈസ്. അവരുടെ വണ്ടിക്ക് സ്ട്രോബ് ലൈറ്റ് ഉണ്ട്, എൻ്റെ വണ്ടിക്ക് അതില്ല. ഉമ്മാർ നേരത്തെ പറയുമായിരുന്നു, എനിക്ക് വെക്കായിരുന്നു. കുഴപ്പമില്ല ഗൈസ്. നമുക്കെന്തായാലും ഇനി നമ്മുടെ ഗോലിയത്ത് വർക്കിന് കയറ്റുമ്പോൾ നമുക്ക് സ്ട്രോബ് ലൈറ്റ് വെക്കണം. എപ്പോഴേലും നമുക്ക് എന്തായാലും ഒന്ന് കൊടുക്കണം. സ്ട്രോബ് ലൈറ്റൊക്കെ കയറ്റാൻ വേണ്ടി ഒന്ന് കൊടുക്കണം ഗൈസ്. നമുക്കെന്തായാലും വണ്ടി എടുത്ത് പോവാം. ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടി. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം, എന്തായാലും ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. നമുക്കെന്തായാലും വണ്ടി എടുത്ത് കയറി പോവാം ഗൈസ്. നമ്മളെ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. അമ്മ ഫ്രണ്ടിൽ പോകാമെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഗൈസ്. സാധാരണയാണ് നമ്മളിപ്പോൾ തന്നെ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് ഇറങ്ങുന്നത് ഗൈസ്. ഇവരൊന്നും നിൽക്കുന്നത് ഇവർ പോയാലേ നമുക്കും പോകാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഫൈനലി നമ്മൾ വീട്ടിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, വഴിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് പോയാൽ മതി. സോമംബ്രോ ആണ് ഫ്രണ്ടിൽ. ഗൈസ്, ചെറുതായിട്ടൊന്ന് തട്ടി. ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു സോമംബ്രോ. ശ്രദ്ധിച്ചായിരുന്നു ഇപ്പോൾ ഇറങ്ങി 2 തെറി പറഞ്ഞു, എനിക്ക് ഉറപ്പാണ്. നമ്മുടെ കൂപ്പ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമുക്കെന്തായാലും നേരെ ഫ്രണ്ടിൽ പോകാം. നമുക്ക് എണ്ണ അടിക്കണം ഗൈസ്. നമുക്കൊന്ന് പമ്പിൽ കയറി എണ്ണ അടിച്ചിട്ടാണ് പോകാൻ. ഇല്ല, മൗണ്ടിന് എത്തുന്നതിന് മുമ്പ് നമ്മൾ വഴിക്കാവും. ഞാൻ ഇടയ്ക്ക് ഇതുപോലെ എണ്ണ അടിക്കാൻ മറന്നു പോകും ഗൈസ്. അങ്ങനെ മറന്നു പോയി കഴിഞ്ഞാൽ വഴി കിടക്കും. പിന്നെ കുറേ പൈസ കൊടുക്കേണ്ടി വരും എണ്ണയ്ക്ക്. നമ്മളെന്തായാലും പമ്പിൽ കയറിയിട്ടുണ്ട്. ഇനി എണ്ണ അടിക്കാം ഗൈസ്. ബൈ ദ വേ, ഇത് നമ്മുടെ സ്വന്തം പമ്പാട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഈ പമ്പ് നമ്മൾ മേടിച്ചായിരുന്നു. ഇതൊക്കെ നമ്മുടെ സ്വന്തം പമ്പാണ്. നമുക്കെന്തായാലും എണ്ണ അടിക്കാം ഗൈസ്. നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം പമ്പിൽ നിന്ന് എണ്ണയൊക്കെ അടിച്ച് സെറ്റായിട്ട് ഇറങ്ങുവാണ്. ഇനി നേരെ മൗണ്ടെയിനിലേക്കാണ് നമ്മൾ പോകുന്നത്. വേറെ ഇവിടെ നിർത്താനൊന്നും പോകുന്നില്ല. നേരെ മൗണ്ടെയിനിൽ പോയിട്ട് അവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് പോയിട്ട് ഫുള്ള് ഓഫ് റോഡിങ് ആണ് പ്ലാൻ. എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം. പിന്നെ അവർക്ക് തിന്നാൻ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും ഗൈസ്. പൂപ്പിന് പുറത്തുനിന്ന് വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും അവന് പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കുന്നില്ല, കാരണം എപ്പോഴും പുറത്തുനിന്ന് കഴിച്ചാൽ അത് ശരിയാവില്ല ഗൈസ്. അതൊരു ശീലമായിപ്പോവും. നമ്മളങ്ങനെ എപ്പോഴും പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കാൻ പാടില്ല. അവന്മാരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്യണം. നമുക്ക് എന്തെങ്കിലും പറ്റുന്ന പോലെ പെട്ടെന്ന് പോയിട്ട് വരാം. ഇപ്പം തന്നെ വൈകുന്നേരം ആയിട്ടുണ്ട്. വൈകുന്നേരമാണ് വൈബ് ഗൈസ്. ഇതുപോലെ ഓഫ് റോഡൊക്കെ പോകണേ, അതാണ് നമ്മൾ വൈകുന്നേരം ഇറങ്ങി. നമുക്ക് എന്തായാലും പോകാം ഗൈസ്. ഇനി മൗണ്ടെയിൻ എത്താറാകുമ്പോൾ നമുക്ക് കാണാം, അതായിരിക്കും സേഫ്. ഇല്ലേ വീഡിയോ വല്ലാണ്ട് ലെങ്തായി ഗൈസ്. നമ്മുടെ കൂപ്പൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അവർ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കെന്തായാലും അവരുടെ പുറകെ വെച്ച് പിടിച്ച് പോവാം. എന്നിട്ട് മൗണ്ടെയിനിൽ ചെന്നിട്ടാണ് നമുക്ക് പ്ലാൻ ചെയ്യാൻ. മൗണ്ടെയിനിൽ ചെന്നിട്ടാണ് മെയിൻ സംഭവം ഗൈസ്. ഇതുവരെ എവിടെ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. അവിടെ എത്തിയിട്ട് വേണം നോക്കാൻ. നമുക്കെന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഇനി ഗൈസ്. ഫൈനലി നമ്മൾ മൗണ്ടെയിൻ എത്തിയിട്ടുണ്ട്. ഇനിയാണ് പ്ലാൻ ചെയ്യേണ്ടത്. എങ്ങോട്ട് പോകുന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. ഇന്ന് പൂപ്പ് സോമംബ്രോയും സെയിം ഷർട്ടാണല്ലോ, ടീഷർട്ട്. എടാ പൂപ്പ, നീ എന്താ എൻ്റെ സെയിം ടീഷർട്ട് ഇട്ടിട്ട് വന്നത്? ഞാനിത് എപ്പോഴും ഇടുന്നത് നിനക്ക് അറിയത്തില്ലേ?
നീ കഴിഞ്ഞ ദിവസം വരെ വേറെയാണല്ലോ ഇട്ടിട്ട് വന്നത്, പിന്നെ ഇന്ന് മാത്രം എന്താ എനിക്ക് ഇട്ടിട്ടുണ്ടേ? എൻ്റെ സോംബ്രോ ഇങ്ങനെ ചുമ്മാ സീനാക്കാതെ, ഇത് ഞാൻ സിറ്റിയിലെ കടയിൽ നിന്ന് എടുത്താ. അവിടെ നിന്നല്ലേ സോംബ്രോ എടുത്തേ. പിന്നെ സോംബ്രോൻ്റെ പൈസക്കൊന്നും അല്ല ഞാൻ മേടിച്ചത്, എൻ്റെ പൈസക്കല്ലേ. എടാ നിന്റെ പൈസക്കാന്ന് വെച്ചിട്ട് ഞാനല്ലേ ഇത് എപ്പോഴും ഇടാറ്, അപ്പോൾ നിനക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ അടിയൊന്നും നിർത്തിക്കേടാ. എന്തുവാടാ പിള്ളേരെ പോലെ ആവല്ലേ. നമുക്കെന്തായാലും ഇതുവരെ ഇവിടെ പോകണേന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോഴാകുമ്പോൾ അടി ഉണ്ടാക്കുന്നത്. നമുക്കെന്തായാലും ഇപ്പം ഒരു സ്ഥലം എൻ്റെ മൈൻഡിലുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. സത്യം പറഞ്ഞ ഉമ്മാരുടെ അടിക്ക് കാരണം ഞാനാണ്. കാരണം ഉമ്മാർ സെയിം ടീഷർട്ട് ഇട്ടേക്കുന്നത് ഞാൻ അവിടെ എത്തിയപ്പോൾ കാണിച്ചു കൊടുത്തേ. അയ്യോ, അത് പറഞ്ഞതൊരു വള്ളിയായല്ലോ ഗൈസ്. എന്തായാലും ഇപ്പോൾ ഉമ്മാർ എന്തായാലും അടിച്ച് വിരിഞ്ഞിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ സെറ്റാകും ഗൈസ്. ഫുഡ് കഴിക്കുന്നവരാകുമ്പോഴത്തേക്കും ഒറ്റക്കെട്ടായിക്കോളൂ. സ്വാഭാവികമായിട്ട് അതങ്ങനെ എപ്പോഴും. നമുക്കെന്തായാലും ഇതിലേ പോയിട്ട് ഈ മലമണ്ട കയറാം ഗൈസ്. നമുക്ക് ഈ മലമണ്ട കയറിയിട്ട് അങ്ങ് ടോപ്പിൽ പോകാനാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ. നമുക്കെന്തായാലും വെച്ചടിച്ചൊന്ന് കയറി നോക്കാം. ഈ വണ്ടി ഫുൾ സ്റ്റോക്കാണ് ഗൈസ്. ആകെ ഇൻ്റർകൂളറും ഒരു ടിൻ ടർബോ ആണോ ട്രിപ്പിൾ ടർബോ ആണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അത് മാത്രമേ കയറ്റിയിട്ടുള്ളൂ. എൻജിനൊക്കെ പക്കാ സ്റ്റോക്കാണ്. കാരണം എനിക്ക് സ്റ്റോക്ക് സൗണ്ടാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എൻജിനൊക്കെ ഫുൾ സ്റ്റോക്കാണ് വെച്ചേക്കുന്നത്. ഈ സ്റ്റോക്ക് എൻജിൻ വെച്ചിട്ട് ഞാൻ പല മലയും കയറിയിട്ടാണ്. നമുക്കിതെന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നാലും സാധ്യത കുറവാണെന്നാണ് എൻ്റെ മൈൻഡ് പറയുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. നമ്മളെന്തായാലും ഇവിടം വരെ കയറിയിട്ടുണ്ട്. ഇനി സസ്പെൻഷൻ അത്യാവശ്യം ഉള്ളത് കാരണം പിടച്ച് കളിക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് കയറാൻ ചിലപ്പോൾ ഇച്ചിരി പാടായിരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്നല്ലാണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. ഫൈനലി നമ്മൾ മണ്ടഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇത് മറ്റേ വഴി കയറി വരുമ്പോൾ എത്തുന്ന സ്ഥലമാണ് ഗൈസ്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുന്നില്ലല്ലോ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ഇച്ചിരി ബേക്കിറക്കിയിട്ട് കയറ്റി നോക്കാം ഗൈസ്. ഇത് കയറുന്നില്ലല്ലോ. ഇപ്പോൾ കയറുന്നുണ്ട്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് കയറ്റി നോക്കാം. ഇവിടെ എന്തോ തടസ്സം ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ പണ്ട് മറ്റേ നമ്മുടെ പാരാസൂലിലൂടെ ഞാൻ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ സാധനം ഉണ്ട്, എന്തോ ഒരു സാധനം ഉണ്ട്. എന്താണെന്ന് നീ ഓർക്കുന്നില്ല. നമുക്ക് ഇറങ്ങിയിട്ട് നോക്കാം അത് എന്തോ സാധനം എന്ന്. എന്നിട്ട് അതിൽ കയറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ നമുക്ക് നോക്കാം. നമുക്കെന്തായാലും ഇറങ്ങാം ഗൈസ്. നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം അവിടെ എന്താ ഉള്ളത് നോക്കാം. അവിടെ ഒരു ടെൻ്റ് ഉണ്ട് ഗൈസ്, അതാണ് വിഷയം. ആ ടെൻ്റ് ഇവിടെ ഒരു മരവും ഉണ്ട്. അതാണ് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ എന്തായാലും കയറ്റാനും പറ്റത്തില്ല. ഇതിലേയും കയറ്റാൻ പറ്റത്തില്ല. നമ്മളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നതിനാണ്ട് ഇപ്പോൾ ഒന്നും പറയാനില്ല. നമ്മുടെ കൂപ്പ് സോമൻ ഇപ്പോൾ വരുമായിരിക്കും. കൂപ്പോടെ എത്തി ഗൈസ് പറഞ്ഞിരുന്നതിന് മുമ്പ്. അതാണ് നമ്മുടെ കൂപ്പ്. നമുക്കെന്തായാലും ഇതിലേക്ക് കയറ്റി വെക്കാൻ പറ്റുമോ നോക്കാം. നമ്മുടെ ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും അടിപൊളിയായി. ഇനി എന്തായാലും ഈ വണ്ടി വർക്കിന് ഇടണം. ഗ്ലാസ്സൊക്കെ ഫുള്ള് പൊട്ടിയിട്ടുണ്ട്. ഇത് ഫുള്ള് മാറ്റണം ഇനി. ഒരു ഓഫ് റോഡ് ട്രിപ്പും കൊണ്ട് എൻ്റെ വണ്ടിക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ ഗൈസ്. പിന്നെ പൈസ നമുക്കൊരു വിഷയമല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെന്തായാലും ഗ്ലാസ്സൊക്കെ പോയി മാറ്റണം. നമുക്കിതിലേക്ക് കയറുമെന്ന് നോക്കാം. ഇനി നമുക്ക് ഗൈസ് കൂപ്പ് അതിലേക്ക് അങ്ങോട്ടോ കയറി പോകുന്നുണ്ടല്ലോ. കൂപ്പ് പോയ വഴി എനിക്ക് കാണാൻ പറ്റിയില്ല. കൂപ്പ് ഇതിലേ ഗൈസ് പോയേ. ഗൈസ് കൂപ്പിൻ്റെ പാത നമുക്ക് പിന്തുടരാൻ പറ്റത്തില്ല. ഓ അവിടെ അങ്ങനെ വഴിയുണ്ട്. പക്ഷേ നമുക്കിനിയിപ്പോൾ എന്തായാലും പോകണം. നമുക്ക് എന്തായാലും ഈ മലയൊന്ന് കയറാൻ പറ്റുമോ നോക്കാം. നമുക്കൊന്ന് ചവിട്ടി പിടിച്ച് നോക്കാം ഗൈസ്. കയറാൻ സാധ്യത കുറവാണ്. മിക്കവാറും മണ്ടയിലേക്കല്ലോ താഴേക്ക് വീഴാനേ സാധ്യതയുള്ളൂ. അതിലൊന്ന് കയറ്റി നോക്കാം. കയറുന്നില്ല ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ താഴേക്ക് പോയിട്ടുണ്ട് നമ്മളെന്തായാലും. ഇനിയിപ്പോൾ താഴെ നിന്ന് ഒന്നുകൂടെ കയറി വരേണ്ടി വരും ഗൈസ്. നമുക്ക് എന്തായാലും മുകളിലേക്ക് കയറാൻ പറ്റുമോ എന്ന് നോക്കാം ഗൈസ്. ഫൈനലി നമ്മൾ എങ്ങനെയൊക്കെയോ കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. വണ്ടിക്ക് ഈ ട്രിപ്പ് കൊണ്ട് എനിക്ക് വണ്ടിക്ക് നഷ്ടമല്ലാണ്ട് ഒന്നുമില്ല ഗൈസ്. എൻ്റെ പൈസ ഇഷ്ടം പോലെ പോകുമെന്ന് എനിക്ക് എന്തായാലും ഉറപ്പായി. ഇനി വണ്ടി ഫുള്ള് വർക്കിന് കൊടുക്കണം. എന്തായാലും ഗ്ലാസ് മാറ്റേണ്ടേയും പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. ബാക്കിയൊന്നും പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഗ്ലാസ്സിന് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. പിന്നെ ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. നമുക്ക് ആ മലയിലേക്ക് കയറാൻ പറ്റുമോ വണ്ടി കൊണ്ട്? ഒന്ന് നടന്നു നോക്കാം. ഗൈസ് കുത്തനെയുള്ള കയറ്റത് കയറുമല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഗൈസ് ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ഒന്നൊന്നര വ്യൂ. ആ ഈവനിങ് കൂടെ ആയതുകൊണ്ട് ആ വ്യൂ ഒരു പ്രത്യേക വ്യൂ തന്നെയാണ് ഗൈസ്. ഇപ്പോൾ വണ്ടിക്ക് നന്നാക്കാൻ വേണ്ടി കുറച്ച് പൈസ ചിലവായാലും നമുക്കിതുപോലത്തെ കിടിലൻ വ്യൂ കാണാൻ പറ്റിയില്ല ഞാൻ എന്തായാലും ഹാപ്പിയാണ്. പിന്നെ വണ്ടി നന്നാക്കുന്നത് നമുക്കൊരു വിഷയമല്ല ഗൈസ്. അതിപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ വണ്ടി നന്നാക്കിയിരിക്കും. പക്ഷേ ഇതുപോലെ വ്യൂ അങ്ങനെ നമുക്ക് എപ്പോഴും കിട്ടത്തില്ല ഗൈസ്. ഇതുപോലെ വല്ലപ്പോഴും ഇറങ്ങിയാലൊക്കെ നമുക്ക് ഇതുപോലത്തെ കിടിലൻ വ്യൂ ഒക്കെ കണ്ട് അടിച്ച് പൊളിച്ചിട്ട് തിരിച്ച് പോകാനൊക്കെ പറ്റത്തുള്ളൂ. നമുക്കെന്തായാലും ആ മല കയറാൻ പറ്റത്തില്ല.
ഗൈസ് ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ കേട്ടോ കുറച്ചുകൂടെ ഭംഗി. ആ സൂര്യൻ്റെ വെളിച്ചമൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്കെന്തായാലും മറ്റേ മലയിൽ കയറാൻ പറ്റത്തില്ല, കാരണം അത് ഇച്ചിരി കുത്തനെയുള്ള മലയാണ്. നമ്മൾ അവിടെ കയറ്റി കഴിഞ്ഞാൽ വണ്ടി അതേപോലെ താഴേക്കൊന്ന് ഇടിച്ച് പൊളിയത്തേ ഉള്ളൂ. നമുക്കെന്തായാലും ഇനിയിപ്പോൾ താഴേക്ക് എത്തി. സോമംബ്രോ വന്നില്ല ഗൈസ്, കൂപ്പായിട്ട് പിണങ്ങിയോണ്ടാണോ ഇനി? അല്ല ഗൈസ്, സോമംബ്രോ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു അവൻ്റെ വണ്ടിയുടെ ടയർ ഫുള്ള് തീർന്നെന്ന്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റൂലെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം ഏതായാലും. മിക്കണ്ണ ഇവിടുത്തെ വ്യൂ രക്ഷയില്ലല്ലേ, കിടിലൻ സ്ഥലം. നമുക്ക് ഡെയിലി ഇങ്ങോട്ടൊന്നല്ല മിക്കണ്ണ. എൻ്റെ പൊന്നുകൂപ്പൻ നിനക്ക് വട്ടാണോ ഡെയിലി വരാനൊക്കെ? ചുമ്മാ പറഞ്ഞതാണോ? ഗൈസ് നമ്മളെ സോമംബ്രോ എങ്ങനെയൊക്കെയോ കയറി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ അമ്മമാരുടെ അടുത്തേക്ക് വണ്ടി വെക്കാം, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടി നിറയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രോ എങ്ങനെ ഇത് കയറി വന്നേ? ടയറൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട്. എൻ്റെ പൊന്നുമിക്ക എങ്ങനെയൊക്കെയോ നിരങ്ങി കയറി എത്തിയതാ. എങ്ങനെ എത്തിയെന്ന് സത്യം പറഞ്ഞ് എനിക്ക് പോലും അറിയത്തില്ല. അതെങ്ങനെ സോമ, വല്ലപ്പോഴും വണ്ടിയുടെ ടയറൊക്കെ ഒന്ന് മാറ്റണം. എന്നെയും മിക്കണ്ണനെയൊക്കെ കണ്ടുപിടിക്കും. കൂപ്പ നീ ഓവറാക്കാൻ വരില്ല കേട്ടോ, നീ എൻ്റെ വായിലിരിക്കുന്ന ഫുള്ള് കേൾക്കുവേ. എൻ്റെ പൊന്നുകൂപ്പൻ നീ മിണ്ടായിരുന്നേ, ഇല്ല കഴിഞ്ഞ പ്രാവശ്യം മറ്റേ സോമനെ പറ്റി നീ പറഞ്ഞ് അവനോട് പറഞ്ഞു കൊടുക്കുമോ? മിക്കണ്ണ ചതിക്കില്ല, ഞാൻ ഒന്നും മിണ്ടൂല, ഞാൻ വാ തുറക്കത്തില്ല വീടെത്തുന്നവരെ. നമ്മുടെ എൽസി കിടക്കുന്നതാണ് എന്ത് ഭംഗിയല്ലേ. നമുക്ക് ഇതിൽ വേറെ സ്ഥലത്തേക്ക് പോകാം ഗൈസ് അങ്ങനെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുന്ന വഴിക്ക് നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ഫെയിലായി ഗൈസ്. ചവിട്ടിയിട്ട് കിട്ടിയതെന്ന് ചോദിച്ചാൽ തീരെ കിട്ടിയില്ല. എത്ര ചവിട്ടിയിട്ട് എനിക്ക് സാധനം പിടിച്ചിട്ട് കിട്ടുന്നില്ല ഗൈസ്. ബ്രേക്ക് ഇല്ല, ബ്രേക്ക് ഫുള്ള് പോയി. നമ്മുടെ വണ്ടി ഏതെങ്കിലും മറിഞ്ഞിട്ടുണ്ട്. പമ്പറൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. പമ്പറൊക്കെ അടിച്ച് ഉള്ളിൽ കയറിപ്പോയി, ഹെഡ്ലൈറ്റ് പോയി. മിക്കവാറും ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ടൊക്കെ എന്തായാലും പോയി, ബാക്കി നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നോക്കാം ഇനി എന്താവുമെന്ന്. ഗൈസ് നമ്മളെന്തായാലും ക്രെയിനൊക്കെ വിളിച്ച് വണ്ടി ഇറക്കി. ഇത് എൻ്റെ വണ്ടി തന്നെയാണോ ഗൈസ്? അയ്യോ ഗൈസ് ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, പോണ്ട എല്ലാം പോയിട്ടുണ്ട്. സോമംബ്രോ കൂപ്പേ കണ്ടോ എൻ്റെ വണ്ടിയുടെ അവസ്ഥ ഉണ്ടോ നിങ്ങൾ? അയ്യോ മിക്ക വണ്ടി മര്യാദയ്ക്ക് സൂക്ഷിക്കണം, നോക്കി ഇറക്കണം, ഇല്ല ഇങ്ങനെയൊക്കെ പറ്റും. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സോമബ്രോ. അങ്ങനെ വണ്ടി മര്യാദയ്ക്ക് നോക്കി ഇറക്കിയില്ല ഇതുപോലെയൊക്കെ പറ്റും, ഇതൊക്കെ ശ്രദ്ധിക്കണം. എടാ അതിന് ഞാൻ നോക്കി ഇറക്കിയതാ, എൻ്റെ ബ്രേക്ക് ഫെയിലായതാന്നേ. ഞാൻ എന്ത് ചെയ്തിട്ട് എൻ്റെ ബ്രേക്ക് ഫുൾ അടിച്ചു പോയില്ലേ, എനിക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം അമ്മ രണ്ടും ഒന്നായി കേസ്. എന്നാലും നമ്മുടെ വണ്ടി ഫുള്ള് പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫുള്ള് മാറ്റിയെടുക്കാന്നല്ലാണ്ട് ഇപ്പം അതിന് എത്ര രൂപ ചിലവാകുമെന്നും അറിയത്തില്ല. എല്ലാം പോയി, ഫുള്ള് ബെൻഡായി. നമുക്കിനിയിപ്പോൾ എന്തായാലും പൊളിഞ്ഞ വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോവാം, അതേ നടക്കത്തുള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. ഇതെല്ലാം അടിച്ചകത്ത് കയറി ഗൈസ്. ആ സൈഡ് ഫുള്ള് സീറ്റിൻ്റെ അടുത്തേക്ക് ഓരോ കമ്പിയൊക്കെ ഇരിക്കുന്നത്. പിന്നെ എന്തായാലും വീട്ടിൽ ചെല്ലാം, വീട്ടിലെത്തിയിട്ട് കാണാം, അതായിരിക്കും നല്ലത്. നമുക്ക് എന്തായാലും നോക്കാം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക്. എന്നാൽ ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷേ എല്ലാം പോയേ. ഈ വണ്ടി ഇല്ലാണ്ട് നമ്മുടെ ഒരു പരിപാടിയും നടക്കില്ല. അതുകൊണ്ട് എന്തായാലും നമ്മൾ പറ്റുന്നത്ര സ്പീഡിൽ തന്നെ ഒരു 2 ദിവസത്തിനുള്ളിൽ ഇല്ലെങ്കിൽ ഒരു 3 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ വണ്ടി ഇറക്കിയിരിക്കും. കാരണം നമ്മുടെ എല്ലാ ഓഫ് റോഡ് പരിപാടി ഈ വണ്ടിയിലാണ്, ഇതിലൊന്നും നടക്കില്ല ഗൈസ്. നമ്മളെന്തായാലും ഇപ്പോൾ സിറ്റിയിലേക്കുള്ള വഴി കയറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ സിറ്റി പോയിട്ട് വീട്ടിലേക്ക് പോകാം, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. വീട്ടിൽ പോയിട്ട് ബാക്കി വണ്ടിയൊക്കെ ഒന്നുകൂടെ നോക്കണം. പിന്നെ ഇത് നല്ല ഏതെങ്കിലും ഗ്യാരേജിൽ വണ്ടി കൊടുക്കണം ഗൈസ്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ടീം മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ച് നോക്കാം, അറിയാം നല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. അതായിരിക്കും നടക്കത്തുണ്ടാവുള്ളൂ, ഇല്ലേ പിന്നെ ഒരു പരിപാടി നടക്കില്ല. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് പോയിട്ടുണ്ട്. എന്തായാലും ഇനി വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടി ഒന്നുകൂടെ നോക്കാം ഗൈസ്. എന്തായാലും ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വല്ലാത്തൊരു സംഭവമായി പോയി എന്നുള്ളതാണ്. എന്തായാലും കുറേ ചെളിയും നല്ല പറ്റിയിട്ടുണ്ട്. വണ്ടിയുടെ മുഖമൊക്കെ മ്ലാക്കൊന്നായി പോയി ഗൈസ്. അത് എങ്ങനെയൊക്കെ ഇപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്തായാലും നന്നാക്കാൻ കൊടുക്കാം, നമുക്ക് വേറെ വിഷയമൊന്നുമില്ല ഗൈസ്. പിന്നെ സോമംബ്രോ വരുന്ന വഴിക്ക് അവൻ്റെ വണ്ടിക്ക് എന്തോ പറ്റിയെന്ന് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ 2 വണ്ടിയും കൂടെ വേണം എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെന്തായാലും പണി തിറക്കും ഗൈസ്. നമുക്കെന്തായാലും വണ്ടിയുടെ ബോണറ്റൊന്ന് തുറന്ന് നോക്കാം ഗൈസ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ബെൻഡൊക്കെ കണ്ടോ ഗൈസ്. നമുക്കതൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ എൻജിനിലേക്കും അങ്ങനെ ഉള്ളിലേക്കുള്ള സംഭവത്തിനൊന്നും അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല. പിന്നെ എത്ര ഇടിച്ചാലും ടൊയോട്ട ആയതുകൊണ്ടാണ് ഗൈസ് ഇത് ഓടിയത്.
ഇല്ല നമ്മൾ അവിടെ കിടക്കേണ്ട വന്നേനെ, വല്ല ഗ്രെയിനും വിളിച്ച് കൊണ്ടുവരേണ്ട വന്നേനെ, ഗ്രെയിനില്ല മറ്റേ ടോട്ടറൊക്കെ വിളിച്ച് കൊണ്ടുവരേണ്ട വന്നേനെ. എന്തായാലും അതിനൊന്നും ആവശ്യം വന്നില്ല. പിന്നെ എനിക്കും അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല ഗൈസ്. എനിക്ക് നമ്മളെന്തായാലും ഹാൻഡ് ബ്രേക്കൊക്കെ പിടിച്ച് ഇവിടം വരെ എത്തിയത് ഗൈസ്. പക്ഷേ ആ ഇറക്കത്തിന് എനിക്ക് ഹാൻഡ് ബ്രേക്ക് പിടിക്കാനുള്ള സമയം കിട്ടിയില്ല. ഞാൻ അത് ഓർത്ത് വന്നപ്പോഴത്തേക്കും വണ്ടി താഴെ എത്തി. പിന്നെ എനിക്കങ്ങനെ വലിയ കാര്യത്തൊന്നും പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ക്രാക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പൊക്കെ നോക്കണം ഗൈസ്. ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രശ്നമാകത്തേ ഉള്ളൂ. നമ്മളായിട്ട് റിസ്ക് എടുക്കാൻ പാടില്ലല്ലോ. എന്തായാലും വണ്ടി ഫുള്ള് പോയി. എനിക്കെന്തോ ഭാഗത്തിനൊന്നും പറ്റിയില്ല, എനിക്കത് മതി. കറക്റ്റ് ഞാൻ ഇരുന്ന സൈഡിലേക്കാണ് മറിഞ്ഞത്. പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് പരമാവധി വണ്ടി ഓടിക്കാൻ നോക്കുക. പിന്നെ അമ്മമാരുടെ വണ്ടി അമ്മയുടെ കിടപ്പുണ്ട്. മിക്ക ഇവിടെ എന്താ കഴിക്കാനുള്ളത്? നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? നല്ല വിശക്കുന്നുണ്ട് എനിക്ക്. ഗൈസ് സോമനും കൂപ്പും എൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടാകുന്ന ഉമ്മാർക്കാണ് ഒടുക്കത്തെ വിശപ്പും. നമുക്കെന്തായാലും ഇനിയിപ്പോൾ അകത്ത് പോവാം, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ഉമ്മാർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കേണ്ടി വരും. രണ്ടകത്ത് ഓടി കയറി കിച്ചണിലേക്ക് ഫസ്റ്റ് തന്നെ. അത് പിന്നെ മിക്കണ്ണ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡ് കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കൂ. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് വിശന്നിരിക്കാൻ പറ്റുമോ? അത് ശരിയാ, വിശന്നിരിക്കാനൊന്നും പറ്റത്തില്ലടാ. നിങ്ങൾ കഴിച്ചോ, നിങ്ങൾ ഫുള്ള് കഴിച്ചോട്ടോ. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ രാത്രി പുറത്തുനിന്നാളിലും കഴിച്ചോളാം. നിങ്ങൾക്ക് വേണ്ടതൊക്കെ എടുത്ത് കഴിച്ചോ. നിങ്ങൾക്ക് കഴിക്കാനുള്ളേ ഉള്ളൂ, കഴിച്ചോ എന്തായാലും. ഞങ്ങൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിച്ചോളാം മിക്കണ്ണ മേടിക്കണ്ട. എന്തായാലും ഇവിടുത്തെ ഫുഡ് കയറത്തില്ലേ ഞങ്ങൾ വീട്ടിൽ പോകത്തുള്ളൂ. ആടോ ഓക്കെ, നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോയാൽ മതി കേട്ടോ. നിങ്ങൾ ഫുള്ള് തീർത്തോ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം ഗൈസ്. നമ്മളെ ഫുഡ് എന്തായാലും ഇവർ തീർക്കും. നൈറ്റിന് ഇപ്പോൾ പുറത്ത് പോയി കഴിക്കണം ഗൈസ്. നമ്മുടെ ബാൽക്കണിയിൽ നോക്കിയാൽ നമ്മളെ വണ്ടി കാണാം. നമ്മളെ വണ്ടി പൊളിഞ്ഞ വണ്ടി ഫുള്ള് പോയി. ഞാൻ ചുമ്മാ കുറേ നേരം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗൈസ്. എനിക്ക് ഡിപ്രഷനായിപ്പോയി സത്യം പറഞ്ഞാൽ ആ വണ്ടി പോയിട്ട്. അതാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ വണ്ടി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. കാരണം അത്രയും വൃത്തിക്ക് ഞാൻ വർക്ക് ചെയ്തിട്ട് ഇറക്കിയൊരു വണ്ടിയായിരുന്നത്. അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. നമ്മളെന്തെങ്കിലും ഇൻട്രോ എടുത്തിടത്തേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ 2 ദിവസം സ്റ്റേ ചെയ്യാൻ പോവാട്ടോ. ഞാൻ എന്തായാലും ഇവിടെ നിന്നിട്ട് കുറേ കാലമായില്ലേ. 2-3 ദിവസം ഇവിടെ അങ്ങ് നിൽക്കാമെന്ന് വിചാരിച്ചു. നമുക്കിവിടെ വൈബായിട്ടിരിക്കാം. വണ്ടിയുടെ വർക്കൊക്കെ കഴിയുന്നവരെ നമുക്കിവിടെ കൂടാം. സോംബ്രോ അത് നല്ലൊരു ആശയമാണ്. ഞാനും ഉണ്ട് നിങ്ങളുടെ ഇവിടെ നിൽക്കാൻ. 2-3 ദിവസം ഞാനും ഉണ്ടാവും. നമുക്ക് 3 പേർക്കൂടെ ഒന്നിച്ച് വൈബൊക്കെ ആയിട്ട് അങ്ങ് പോവാന്നേ. എന്തായാലും നിങ്ങളുടെ വണ്ടിയുടെ വർക്ക് കഴിയുന്നവരെ നമുക്കിവിടെ നിൽക്കാം. ആടെ എനിക്കും ഓക്കെ, നിങ്ങളിവിടെ വന്നോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും ഇവിടെ ഒറ്റയ്ക്കല്ലേ. പിന്നെ ബോറൊക്കെ അടിച്ചിരിക്കേണ്ടി വരും. ചില ദിവസം പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ദിവസം ഇതൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വരും. വീഡിയോ ഒന്നും ഇടാത്ത ദിവസം എഡിറ്റിങ്ങും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ വെറുതെ ഇരിക്കണ്ടേ. നിങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. പിന്നെ ചില ഓർക്കുമ്പോൾ മാത്രമേ മനസ്സിലൊരു വിഷമമുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ ആക്കുക, കമൻറ്റൊക്കെ ഇടുക. പിന്നെ നമ്മുടെ വണ്ടി എന്തെങ്കിലും ഇനി വർക്കിന് കൊടുക്കണം. പിന്നെ നമ്മുടെ സോംബ്രോയും കൂപ്പിനെയും 2-3 ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ കാണും. കാരണം എൻ്റെ സോംബ്രോൻ്റെ വണ്ടി ഒന്നിച്ചാണ് നമ്മൾ വർക്കിന് കൊടുക്കുന്നത്. അപ്പോൾ അതുവരെ അവർ വീട്ടിൽ കാണും. വണ്ടി കിട്ടുന്ന വരെ നമ്മൾ ഒന്നിച്ചായിരിക്കും വണ്ടിക്ക് എടുക്കാൻ പോവുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.